നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രക്കാരുടെയും പുതുവർഷ ഫലങ്ങളാണ് നമ്മളിപ്പം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 എന്ന പുതിയ വർഷത്തെ ഫലങ്ങൾ. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലങ്ങളാണ് നോക്കാനുള്ളത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല നക്ഷത്രമാണ്. ഊൺനാളുകളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ശുഭകാര്യങ്ങൾക്ക് കൊള്ളാവുന്ന നക്ഷത്രമാണ്. ആത്മാർത്ഥതയും അനുകമ്പയും ഒക്കെ ധാരാളമായിട്ടുള്ള നക്ഷത്രക്കാരാണ്. കഴിയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും അവരുമായിട്ട് സഹായമൊക്കെ ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരും നല്ല സുഹൃത്ബന്ധം പുലർത്തുന്നവരും ബുദ്ധിശക്തിയും സംസ്കാര സമ്പന്നതയും ധാർമ്മികതയൊക്കെ ജീവിതത്തിൽ പുലർത്തുന്ന ആൾക്കാരുമാണ് ഉത്രാട നക്ഷത്രക്കാർ. വലിയ ആർഭാടങ്ങളിലൊന്നും താല്പര്യമില്ല. പക്ഷേ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അവർ കംപ്ലീറ്റ്ലി അതിനകത്ത് മുഴുകി വിജയം കൈവരിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഒരു കാര്യം ഏൽപ്പിച്ചാലും അത് കൃത്യമായിട്ട് ചെയ്യും. പരുഷമായിട്ട് സാധാരണ പെരുമാറാറില്ല. അതുപോലെ തന്നെ ഇവർക്ക് നന്ദിയുണ്ട്. അവർക്ക് ആരെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്താൽ വളരെ നന്ദിപൂർവ്വം അത് സ്മരിക്കുന്നവരാണ് ഉത്രാട നക്ഷത്രക്കാർ. പൊതുവെ സൗന്ദര്യവും സദാചാരവും ഒക്കെയുള്ള ആളുകളാണ്. ജീവിതം കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലോട്ട് അല്പ ഉന്നതിയിലേക്ക് കൊണ്ടുപോകണം എന്നെപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ മധ്യവയസ്സിന് ശേഷമാണ് ഇവർക്ക് ജീവിതത്തിൽ കൂടുതലും ഉയർച്ച കാണാറുള്ളത്. ചെറുപ്പത്തിൽ കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവഗണനകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആളുകളായിരിക്കും. സ്വപ്രയത്നം കൊണ്ട് ഉയർച്ച കൈവരിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. പിന്നെ ഉത്രാട നക്ഷത്രക്കാരായ സ്ത്രീകളുടെ പ്രത്യേകത എന്താണ്? സൗന്ദര്യവും വിനയവും നല്ല കുലീനമായ പെരുമാറ്റമൊക്കെ ഉള്ള ആളുകളായിരിക്കും. എപ്പോഴും കുടുംബഭരണത്തിൽ ശ്രദ്ധിക്കും. ജോലിയുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. വീട് വൃത്തിയാക്കുക, മോടി പിടിപ്പിക്കുക, ഇതൊക്കെ ചെയ്യാൻ അവർക്ക് നല്ല ഉത്സാഹമായിരിക്കും. പക്ഷേ അവർക്കൊരു പ്രത്യേകത ഈ ഉത്രാട നക്ഷത്രക്കാർക്കുള്ളതെന്ന് വെച്ചാൽ അവരുടെ രണ്ടാം ഭാവാധിപൻ ശനിയാണ്. ഉത്രാടൻ 2 കൂറുകളിലായിട്ടാണ് വരുന്നത്, ധനുക്കൂറിലും മകരക്കൂറിലും. അപ്പോൾ ധനുക്കൂറുകാരുടെയും മകരക്കൂറുകാരുടെയും രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ഈ ശനി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ രണ്ടാം ഭാവാധിപൻ വാക്കിൻ്റെ സ്ഥാനമാണല്ലോ രണ്ടാം ഭാവം. അപ്പോൾ വാക്കിൻ്റെ സ്ഥാനത്ത് ശനി, വാക്കിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ ശനി ആയതുകൊണ്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ ചില വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സംസാരിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും തമാശകൾ പറയുകയാണെങ്കിലും മറ്റൊരാളിന് മുറിവേൽക്കാത്ത രീതിയിൽ പറയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവാക്കാം. പിന്നെ ഈ 2 കൂറുകളിലായിട്ട് വരുന്നതുകൊണ്ട് ധനുക്കൂറിൽ വരുന്നത് ആദ്യത്തെ കാൽഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചവർ. മറ്റ് 3 പാദങ്ങളിൽ ജനിച്ചവർ മകരക്കൂറിലുമാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രഹസ്ഥാനങ്ങളനുസരിച്ച് ഇവരുടെ അനുഭവങ്ങളിൽ അല്പം വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഈ ധനുക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് വർഷാരംഭം ഗുണകരമാണ്. കാരണം ശനി അവരുടെ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. കാർഷിക മേഖലയിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ വ്യാപാരത്തിൽ നിന്നും നല്ല ആദായം കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പച്ചക്കറി ആണെങ്കിലും മറ്റ് വിളവുകൾ, നെല്ലും അങ്ങനെയുള്ള ഗോതമ്പൊക്കെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ വ്യാപാരമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ കുരുമുളക് തുടങ്ങിയ സ്പൈസസ്, ഇതിൻ്റെയൊക്കെ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ആദായം കിട്ടാൻ സാധ്യത ഉണ്ട്. പിന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രൊമോഷനൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനും അതിൻ്റെ പേരിൽ ശമ്പള വർധനവ് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഈ സമയത്ത് വ്യാഴം 6-ലാണ് സഞ്ചരിക്കുന്നത്, അതായത് ഇടവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്രാടം ആദ്യ 15 നാഴികയ്ക്കുള്ളിൽ ജനിച്ച ആളുകൾക്ക്, അതായത് ധനുക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ ആദ്യമാണ് കേട്ടോ. നിലവിലുള്ള ജോലി മാറ്റിയിട്ട് പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. ശനിയുടെ 3-ാം ഭാവസ്ഥിതി കൊണ്ട് സാമാന്യത്തിലധികം നേട്ടങ്ങൾ വർഷാരംഭത്തിൽ കിട്ടും. അപ്പം വ്യാഴം ശുഭഗ്രഹമാണ് എങ്കിൽ പോലും അത് മറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അല്പം ദൈവാധീനം കുറയും. ചില കാര്യങ്ങൾക്ക് 1-2 തവണ ശ്രമിക്കേണ്ടി വരും. പെട്ടെന്ന് ചില ഭാഗ്യങ്ങൾ വഴിമാറിപ്പോകുന്ന പോലെ തോന്നും. പക്ഷേ ശനി 3-ൽ നിൽക്കുന്നത് വളരെ ഗുണകരമായതുകൊണ്ട് മറ്റു പലതരത്തിലും ഭാഗ്യാനുഭവങ്ങളും അധികാരമൊക്കെ ലഭിക്കുകയും ചെയ്യും. തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തം സംരംഭങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനം കിട്ടുന്നതാണ്.
മക്കളുടെ വിവാഹം ഒക്കെ നടത്താനായിട്ട് സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ, അടുത്ത ശമ്പള സ്കെയിലിലേക്കുള്ള ഉയർച്ച, അല്ലെങ്കിൽ പുതിയ സ്ഥാനമാനങ്ങൾ, അധികാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സമൂഹത്തിലെ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു രീതി, അല്ലെങ്കിൽ അതിനുള്ളൊരവസരം നമുക്ക് ഉണ്ടാകും ഈ വർഷം. ഉത്രാടം ധനുക്കൂറുകാർക്ക് മാർച്ച് മാസം ഒടുവിലെ ശനിമാറ്റം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. കുടുംബത്തിലെ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ച് 29 ശനി അവരുടെ 4-ാം ഭാവത്തിലേക്ക് കടക്കും. അപ്പോൾ കണ്ടക ശനി ആരംഭിക്കും. അതേസമയത്ത് വ്യാഴം അവരുടെ 6-ാം ഭാവത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതായത് മാർച്ച് 29 ശനി 4-ലേക്ക് മാറി കണ്ടക ശനിയാകും. വ്യാഴം 6-ൽ തന്നെ മറഞ്ഞു നിൽക്കും. വ്യാഴം മാറുന്നത് മെയ് 15 കൂടിയാണ്. മെയ് 14 വ്യാഴം മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുന്ന ആ സമയം വരെയുള്ള ഒരു കാലഘട്ടം, അതായത് ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ഒരല്പം ഡൗൺ ആയിരിക്കും വ്യാപാരത്തിലും. അതുപോലെ തന്നെ നമ്മുടെ യാത്രകൾ അത്ര സുഗമമായിരിക്കില്ല. ബിസിനസ് ചെറിയൊരു നിശ്ചലത അതിനകത്ത് അനുഭവപ്പെട്ടേക്കാം. അല്ലെങ്കിൽ പണം കയ്യിലോട്ട് വരാൻ, ബിസിനസ് നടന്നാലും എൻ്റെ ട്രേഡ് നടന്നാലും ആ പണം കയ്യിലോട്ട് എത്താനായിട്ട് കാലതാമസം ഉണ്ടാകാം. അതൊക്കെയാണ് ആ 1-2 മാസം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിന് വഴിപാടുകൾ പറയുന്നുണ്ട്. അത് ചെയ്താൽ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഏപ്രിലും മെയിലും ശനിയും വ്യാഴവും അനുകൂലമല്ലാതെ നിൽക്കുന്ന സമയം മാത്രം അല്പം മാനസിക പ്രയാസം ഉണ്ടാകാം. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ചിന്ത, ഉത്കണ്ഠ, ഇതൊക്കെ ഈ സമയത്ത് വിഷമിപ്പിക്കും. ദേഹസുഖക്കുറവ് ഉണ്ടാകാം. പക്ഷേ മെയ് മാസം പകുതി കഴിയുമ്പോഴത്തേക്കും വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറും, അതായത് മിഥുനത്തിലേക്ക് മാറും. അത് വീണ്ടും ശുഭകരമായ ഒരവസ്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഒന്നിലേറെ തൊഴിലുകൾ ചെയ്ത് വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. വ്യാപാരമൊക്കെ പുതിയ മേഖലയിൽ പോയി തുടങ്ങാനായിട്ട് സാധിക്കും. പുതിയ മേഖലയിലോ അല്ലെങ്കിൽ പുതിയൊരു ഏരിയയിലോ വ്യാപാരം തുടങ്ങാനായിട്ട് സാധിക്കും. കൂടുതൽ സമയം ജോലി ചെയ്യുകയും വരുമാനത്തിൽ നല്ല വർധനയുണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഓവർ ടൈം ഒക്കെ ധാരാളമായിട്ട് കിട്ടും. യാത്രകൾ ചെയ്യേണ്ടി വരുമെങ്കിലും ആ യാത്രകൾ ഗുണകരമായിട്ട് വരും. പൊതുവെ വ്യാഴം മാറുന്നതോടുകൂടി ആ വിഷമങ്ങളൊക്കെ മാറും ധനുക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക്. ഇനി മകരക്കൂറി വരുന്ന ഉത്രാടം 2, 3, 4 പാദങ്ങളിൽ ജനിച്ച ആളുകൾക്ക് വർഷത്തിൻ്റെ ആദ്യം ശനി 2-ാം ഭാവത്തിലാണ്. അതായത് കുംഭത്തിൽ ശനി നിൽക്കുമ്പോൾ മകരക്കൂറുകാരുടെ 2-ാം ഭാവത്തിലാണ്. 7.5 ശനിയുടെ അവസാന ഭാഗമാണ് ഇത് മകരക്കൂറുകാർക്ക്. ധനഭാവത്തിലാണെങ്കിലും മകരക്കൂറിൻ്റെ രാശിനാഥൻ ശനി തന്നെ ആയതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. വ്യാഴം വർഷാദ്യത്തിൽ 5-ൽ സഞ്ചരിക്കുന്നത് ധനപരമായിട്ടും ബുദ്ധിപരമായിട്ടും ഗുണകരമാണ്. 5-ൽ വ്യാഴം എന്ന് പറയുന്നത് ശുഭകരമായ ഗ്രഹാവസ്ഥയാണ്. സന്താനങ്ങൾക്ക് പഠനം സുഗമമാകും. സന്താനങ്ങൾക്ക് വളരെ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ഈ ഉത്രാടം നക്ഷത്രം മകരക്കൂറിപ്പെട്ടവർക്കും വർഷത്തിൻ്റെ ആദ്യത്തിൽ കുറേ നേട്ടങ്ങൾ ഉണ്ടാകും. മാർച്ച് ഒടുവിൽ ശനി 3-ാം ഭാവത്തിലേക്ക് വരുമ്പോഴത്തേക്കും മകരക്കൂറുകാർക്ക് 7.5 ശനി മാറുകയും ചെയ്യും. 3-ൽ ശനിയുടെ വലിയ ഗുണഫലം ലഭിക്കുകയും ചെയ്യും. അപ്പം ധനപരമായിട്ടും ഭാഗ്യവും ലോട്ടറി ലാഭവും ഒക്കെ ഉണ്ടാകാൻ അവർക്ക് ഈ മാർച്ച് മാസത്തിന് ശേഷം സാധ്യതയുണ്ട്. വർഷമധ്യത്തിലെ വ്യാഴം, രാഹു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം ധനുക്കൂറുകാർക്ക് തൊഴിലിലും വ്യക്തിപരമായിട്ടും നേട്ടം ആകുമ്പോൾ മകരക്കൂറുകാർക്ക് രാഹു ധനസ്ഥാനത്തേക്ക് വരുന്നതും വ്യാഴം 6-ാം ഭാവമായ മിഥുനത്തിലേക്ക് പോകുന്നതും സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മർദ്ദത്തിന് കാരണമാകും. അതാണ് നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകാനിടയുള്ള കാരണങ്ങൾ. അതായത് വർഷമധ്യം ആകുമ്പോഴത്തേക്കും വ്യാഴം, അതായത് മെയ് 14-ാം തീയതി വ്യാഴം മിഥുന രാശിയിലേക്ക് പോകും. അപ്പോൾ ഈ മകരക്കൂറുകാർക്ക് വ്യാഴം 6-ലേക്കാണ് പോകുന്നത്. 5-ൽ നിന്ന് 6-ലേക്ക് പോകും. അപ്പോൾ വ്യാഴം മറയും, ദൈവാധീനം കുറയും. ഇതേ സമയത്ത് രാഹു മീനത്തിൽ നിന്ന് പുറകോട്ട് നീങ്ങി കുംഭത്തിലെത്തും, അതായത് ധനസ്ഥാനത്ത് എത്തും. അപ്പോൾ രാഹു ധനസ്ഥാനത്തെത്തുമ്പോൾ അത്ര ഗുണകരമല്ല. കുംഭൻ രാശി രാഹുവിന് ഇഷ്ടമുള്ളൊരു രാശിയാണ്. എങ്കിലും ഈ രാഹു പാപഗ്രഹമായതുകൊണ്ട് ഒരു പ്രത്യേകത എന്താണ്, രാഹു കുറച്ച് ധനമൊക്കെ തരും, പക്ഷേ അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്നത് ചിലവായി പോകും. അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അത് ധനുക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞല്ലോ, രാഹു 3-ൽ വരുന്നത് കൊണ്ടും വ്യാഴം 7-ൽ പോകുന്നതുകൊണ്ടും അവർക്ക് ഗുണകരമാണ്. മകരക്കൂറുകാർക്കാണ് പ്രശ്നമുള്ളത്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ ചെറിയ ബ്ലോക്കുകൾ അനുഭവപ്പെടും എന്നുള്ളതാണ് മകരക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതായത് ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളിൽപ്പെട്ട ആളുകൾക്ക്.
പക്ഷേ ഈ വർഷമുള്ള പൊതുഫലങ്ങൾ നോക്കുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് അവർ ഉദ്ദേശിക്കുന്ന പദ്ധതികളൊക്കെ വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ചില രോഗങ്ങൾ, വേദനകൾ, സന്ധിവേദനകൾ, നീർദോഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. വൈറൽ ഫീവർ പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ, എങ്കിലും അത് കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടിക്കും. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ചില കാര്യങ്ങൾക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇത്തരം ചില പ്രശ്നങ്ങൾ, സന്ധിവേദന, പനി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കയറി വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മുടക്കും, അതാണ് ഒരു പ്രശ്നമുള്ളത്. പിന്നെ ഈ സമയത്ത് ഈ വർഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, അതുപോലെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വേറൊരാളിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്ഥലം മാറിപ്പോവുക തുടങ്ങിയവ പല അബദ്ധങ്ങൾക്കും കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കടം കൊടുക്കുകയും കടം വാങ്ങുകയും നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റിയല്ലോ, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്തില്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് അതിനൊക്കെ രേഖകൾ സൂക്ഷിക്കുക. ഇപ്പോൾ സുഹൃത്താണെങ്കിൽ പോലും ഒരു പേപ്പർ എഴുതി, അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒരു ലൈൻ എഴുതിയിട്ട് അത് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഉത്രാട നക്ഷത്രക്കാർക്ക് 2025 ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. വ്യാപാരത്തിലും വ്യവസായത്തിലൊക്കെ ഉള്ളവർ ടാക്സ് റെസീറ്റുകൾ, ടാക്സ് റിട്ടേണുകൾ ഇതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം, രേഖകളൊക്കെ സൂക്ഷിക്കണം. പിന്നെ പർച്ചേസിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങിയതിൻ്റെയും സാധനങ്ങൾ വിറ്റതിൻ്റെ ബില്ലുകളുടെ കോപ്പിയും സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ബില്ലുകളും ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. സ്വന്തം സംരംഭങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് മനസ്സിന് സന്തോഷം തരുന്ന കുറേ അനുഭവങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അവരോട് സാമ്പത്തിക ഇടപാട് നടത്തുമ്പം രേഖകൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാർ 2025 ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ, വഴിപാടുകൾ തുടങ്ങിയവയെ പറ്റി നോക്കാം. ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ ഈ 3 ദശാകാലങ്ങളിൽ ഏതെങ്കിലുമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വിശ്വദേവകളാണ്. അപ്പോൾ വിശ്വദേവകളെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. ഓം വിശ്വദേവാഭ്യാം നമ എന്നുള്ള മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് ഏറ്റവും പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നക്ഷത്ര ദശാധിപനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഉത്രാടത്തിൻ്റെ നക്ഷത്ര ദശാധിപൻ എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ്. അതായത് അവർ ജനിക്കുന്നത് സൂര്യദശയിലേക്കാണ്. ഞായറാഴ്ചയും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസം ആദിത്യ പൂജ നടത്തുക, ആദിത്യ ദർശനം നടത്തുക, ഇതൊക്കെ വളരെ ഗുണകരമാണ്. എല്ലാ ദിവസവും സൂര്യനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഉദിച്ചു വരുന്ന സൂര്യനെ ദർശിക്കുകയും ആദിത്യ ഹൃദയം പോലുള്ള മന്ത്രം ജപിക്കുകയും ചെയ്താൽ ആയുസ്സും ആരോഗ്യവും ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ ധനുക്കൂറിൽപ്പെട്ട ഉത്രാടം ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ച ആളുകൾ വ്യാഴത്തെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മകരക്കൂറിൽ ജനിച്ചവർ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പം നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുമ്പം ഉത്രാടത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെട്ടവർ വ്യാഴത്തിനും ഉത്രാടത്തിൻ്റെ മറ്റു 3 പാദങ്ങളിൽ ജനിച്ച ആളുകൾ ശനിക്കും പ്രത്യേകമായിട്ട് അർച്ചനയോ പട്ട് സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ്. പിന്നെ ഉത്രാട നക്ഷത്രക്കാർ ഉത്രാട നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് ശാസ്താവിനെ പ്രാർത്ഥിക്കുക, ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുക, എള്ളുപായസം സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശിവക്ഷേത്രത്തിൽ കൂവളത്തില സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, തടസ്സം മാറുന്നതാണ്. പിന്നെ ശിവപാർവതി ക്ഷേത്രത്തിലോ വിഷ്ണു ലക്ഷ്മി ക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യുന്നത് കുടുംബ സ്വസ്ഥതയ്ക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാനും ഏറ്റവും ഉത്തമമാണ്. അപ്പം ശിവനും പാർവതിയും കൂടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ, അതല്ലെങ്കിൽ വിഷ്ണു ലക്ഷ്മി സമേതനായിട്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇനി ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ, പാർവതിക്ക് പ്രത്യേക ശ്രീകോവിലില്ല എങ്കിൽ പിൻവിളക്ക് വഴിപാടുകൂടെ ചെയ്യുക. കാരണം പിൻവിളക്കിൽ പാർവതീ സാന്നിധ്യമുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. ശിവന് നമ്മൾ അർച്ചന ചെയ്യുന്നതോടുകൂടി പിൻവിളക്കൂടെ കൊടുത്താൽ ശിവനും പാർവതിക്കും വഴിപാട് ചെയ്ത ഗുണമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ആദിത്യ ദർശനവും സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് ഏറ്റവും പ്രായോഗികമായിട്ട് ചെയ്യാവുന്നത് രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യനെ ദർശിക്കുക, നവഗ്രഹ
സ്തോത്രങ്ങളിൽപ്പെട്ട ആദിത്യ സ്തോത്രം ഉണ്ടല്ലോ, ജപാകുസുമ സങ്കാശം എന്നുള്ള. അപ്പോൾ ആ സ്തോത്രം 9 തവണയോ അല്ലെങ്കിൽ 18 തവണയോ ജപിക്കുക. അത് വളരെ നല്ലതാണ്. അതുപോലെ ശാസ്താക്ഷേത്രത്തിലെ ഈ ശനിയുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. ശാസ്താവിൻ്റെ ഏതെങ്കിലും മന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്തുതികൾ ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശനീശ്വര മന്ത്രങ്ങളും ജപിക്കുന്നത് ഈ സമയത്ത് ഗുണകരമാണ്. വ്യാഴം മാറുന്ന സമയത്തും വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് തടസ്സം മാറാൻ വേണ്ടിയിട്ട് ഏതൊരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പും ഗണപതി ഭഗവാന് ഒരു അർച്ചന കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക, അപ്പമോ അടയോ ഒക്കെ വഴിപാടായിട്ട് കൊടുക്കുക. ഇതിലേതെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതിലേതെങ്കിലും ചെയ്താൽ നല്ലതാണ്. ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ, ഇൻ്റർവ്യൂവിനോ ടെസ്റ്റ് എഴുതാനൊക്കെ പോകുന്നവർ ഗണപതി ഭഗവാൻ ഒരു കറുകമാലയെ സമർപ്പിച്ചിട്ട് പോവുക, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുക. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഉത്രാട നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങൾ 2025 ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.